ഇറ്റ് ഈസ് ദാറ്റ് ടൈം ഓഫ് ദ ഇയർ അഗൈൻ. അതായത് എല്ലാ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോഴും, അതായത് മാർച്ച് അവസാനം ഏപ്രിൽ ആകുമ്പോൾ എല്ലാ വർഷവും ഞാൻ ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ട്രേഡിങ്ങിൽ നിന്ന് എത്ര രൂപ ലാഭം ഉണ്ടാക്കിയെന്ന് നിങ്ങൾ എല്ലാവരും കാണിച്ചു തരലുണ്ട് അല്ലേ. എൻ്റെ ബ്രോക്കറുടെ ഡാഷ്ബോർഡിലൊക്കെ പോയിട്ട് എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് റിവീൽ നമ്മൾ നടത്തലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം കൂടി അല്ലെ മറ്റൊരു ഫൈനാൻഷ്യൽ ഇയർ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്ററായ സെബി പറയുന്ന ഒരു കാര്യമുണ്ട്, 90% ട്രേഡേഴ്സും നഷ്ടമാണ് വരുത്തുന്നതെന്ന്. എന്നാൽ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രോക്കർ ആയിട്ടുള്ള സിറോദയുടെ സിഇഒ നിതിൻ കാമത്ത് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഇന്ത്യയിൽ 99% ട്രേഡേഴ്സും FD റിട്ടേൺസിനെ പോലും 3 വർഷത്തിന്റെ ഒരു ടൈം പീരീഡിൽ ബീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതായത് 3 വർഷത്തിൽ 99% ട്രേഡേഴ്സും വർഷത്തിന്റെ ഒരു ആവറേജ് ആനുവൽ റിട്ടേൺസ് 5-6-7% ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ പരിപാടി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷത്തെ PNL റിവ്യൂവിൽ ഓൾറെഡി നിങ്ങളുടെ മുൻപിൽ ലൈവായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് 3ാമത്തെ വർഷത്തിന്റെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 3ാമത്തെ വർഷത്തിന്റെ കാണിക്കാൻ പോകുമ്പോൾ ഈ നിതിൻ കാമത്ത് പറയുന്ന ഡേറ്റയ്ക്ക് ഭയങ്കര ഒരു റെലവൻസ് ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ 3rd ഇയർ PNL റിവ്യൂവിൽ ലൈവായിട്ട് ചെയ്യുന്നതിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. എന്നാൽ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. യെസ്, അതിശക്തമായി നമ്മൾ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും 6 വർഷങ്ങൾക്ക് മുമ്പ് 2018 ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ കാറ് വാങ്ങുന്നത് ഒരു ഫോക്സ് വാഗൻ വെൻഡോ ആയിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള BMW X5 നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. ഇന്നിതാ നമ്മൾ അടുത്ത അപ്ഗ്രേഡ് നടത്തിയിരിക്കുകയാണ്, മെഴ്സിഡീസ് ബെൻസ് GLS. അപ്പോൾ എന്തായാലും വണ്ടി എല്ലാവരും കണ്ടു എന്നും ഇഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷത്തെ ഈ ഫൈനാൻഷ്യൽ ഇയറിന്റെ PNL റിവ്യൂ വീഡിയോയിലേക്ക് കാര്യമായിട്ട് തന്നെ കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷത്തെ ഈ ഒരു PNL റിവ്യൂ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്പെഷ്യലാണ്. കാരണം ഈ ഒരു 3 വർഷം ആ ഒരു സ്റ്റാറ്റിസ്റ്റിക് നിലനിൽക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. എന്നാലും ഈ ഒരു ജേർണിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ അധികം രസകരമായ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ നോക്കുമ്പോൾ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ട്രേഡിംഗ് തുടങ്ങിയ ഒരു അവസ്ഥയിൽ നിന്ന്, ഒന്നുമല്ലായ്മയുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടേക്ക് എത്തി നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയും അതിലും അപ്പുറമുള്ള എന്തൊക്കെയോ ഇമോഷൻസോട് കൂടിയൊക്കെയാണ് ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഇതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കൂടി പറ്റുന്നു എന്നുള്ളത് വളരെ അധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ചാനലിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ വെറുതെ ഒരു കാര്യം വന്ന് വെറുതെ കാണിച്ചു പോകുന്നതിൽ ഒരു പോയിന്റ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലും PNL റിവ്യൂവിൽ മാത്രമല്ലാതെ അതിനോടൊപ്പം മറ്റൊരു സെഗ്മെന്റ് കൂടി ആഡ് ചെയ്യുകയാണ്, ജസ്റ്റ് സോ ദാറ്റ് ഈ ഒരു വീഡിയോയിൽ ഒരു വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കോണ്ടന്റ് അല്ലെങ്കിൽ ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഇതുവരെയുള്ള ജേർണീനെ പറ്റിയാണ്. അപ്പോൾ ആ ഒരു ജേർണി പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വന്ന വഴിയും എന്താണ് എന്നെ സഹായിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതിലൂടെ എനിക്കറിയാം നിങ്ങളിലും കുറേയധികം ട്രേഡിങ്ങിൽ നന്നാകണം, കിടിലമാകണം എന്ന സ്വപ്നം കാണുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റോറി ഏറ്റവും ആദ്യം ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ PNL റിവ്യൂവിലേക്ക് തന്നെ പോകാം. എപ്പോഴും ചെയ്യാറുള്ളത് പോലെ നമ്മുടെ ബ്രോക്കറിൻ്റെ ബാക്ക് എൻഡിൽ പോയിട്ട് ലൈവായിട്ട് നമുക്ക് PNL കാണാം. അതുപോലെ തന്നെ ഇന്ന് വെരിഫൈഡ് PNL ഉള്ള കാലഘട്ടമാണ്. വെരിഫൈഡ് PNL ലിങ്ക് ഞാൻ താഴെ കൊടുക്കുകയും ചെയ്യാം. ഏറ്റവും അവസാനമായിട്ട് മുന്നിലേക്ക് ഇനി എന്താണ് എൻ്റെ പ്ലാനുകളെന്നും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ഇതുവരെ ട്രേഡിംഗ് ജീവിതത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയൊരു ശതമാനവും ശരിക്കും നിങ്ങളുടെ മുന്നിൽ യൂട്യൂബിലാണ് ഞാൻ ജീവിച്ചത്. ഏറെക്കുറെ എല്ലാ ആഴ്ചയും നമ്മൾ ലൈവിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കലുണ്ട്. വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരലുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുൻപിലാണ് എൻ്റെ ട്രേഡിംഗ് ജീവിതത്തിൻ്റെ വലിയൊരു കഥയും നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീഡിയോ ആകുമ്പോൾ എത്രയോ അധികം ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. പുതിയ തുടക്കക്കാർ ട്രേഡിങ്ങിൽ വിജയിക്കണമെന്ന ആഗ്രഹമുള്ള സ്വപ്നം കാണുന്നവർ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കഥ പെട്ടെന്ന് നമുക്കൊന്ന് പറയാം, അതിലൂടെ ഒന്ന്
കടന്നു പോകാം. അതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മോട്ടിവേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ അതിലേറെ സന്തോഷം വേറെയില്ല. അപ്പോൾ ശരിക്കും 2017 ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിതാ 7-8 വർഷമാകുന്നു അല്ലേ. അപ്പോൾ 2017 മുൻപുള്ള കഥ പറയുകയാണെങ്കിൽ ഞാൻ ചില വീഡിയോസിലായിട്ട് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ രസകരമായ ഒരു വിഷയം, എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയിൽ, ഇപ്പോൾ എൻ്റെ ഇമ്മീഡിയറ്റ് പേരൻസ് ആണെങ്കിലും അല്ലാതെ എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലാണെങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ട്രേഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇൻഫാക്ട് ബിസിനസ് ചെയ്യുന്നവർ പോലും വളരെ കുറവായിരുന്നു ഫാമിലിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ചിന്തിക്കാതെ, ബിസിനസ്സിനെ പറ്റി ചിന്തിക്കാതെയാണ് ഞാൻ മുഴുവൻ എൻ്റെ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതം കഴിയുന്നത് വരെയൊക്കെ, അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിൻ്റെ നടുക്ക് വരെയൊക്കെ ജീവിച്ചത്. ഇൻഫാക്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ ഒരു 23-ാമത്തെ വയസ്സ് വരെ, 2017 വരെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവിടെയാണ് ഇന്നിപ്പോൾ ഇതാ ഞാൻ കുറേ അധികം യാത്ര ചെയ്യുമ്പോൾ പല നാടുകളിലേക്ക് ട്രേഡിംഗ് ഇവൻറ്റ്സിനായിട്ടും ബിസിനസ് കോൺഫറൻസസിനുമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ വലിയ വലിയ നാടുകളും സിറ്റികളും കാണുമ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ്. അപ്പോൾ കൊല്ലം എത്ര ചെറിയൊരു സിറ്റി അല്ല, ശരിക്കും ഒരു ഗ്രാമമാണ് ഇൻ ടേംസ് ഓഫ് എക്സ്പോഷർ എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു തുടക്കത്തിൽ. നമ്മൾ ഒരിക്കലും ട്രേഡിങ്ങിനെ പറ്റി അറിയേയില്ല, ചിന്തിക്കുന്നേയില്ല. അങ്ങനെ ഫൈനലി 2017 ബാംഗ്ലൂർ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ അടുത്തിരിക്കുന്ന ഒരാൾ ട്രേഡ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ട്രേഡിംഗ് എന്നൊരു ലോകമുണ്ട് എന്നൊക്കെ കാര്യമായി മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള ജേണി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ വരുത്തി വെച്ച മിസ്റ്റേക്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നുകൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാണാത്തവർക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നാലും ആ ഒരു വീഡിയോയുടെ സമ്മറി ആയിട്ട് പറയാനാണെങ്കിൽ ഏറെക്കുറെ എല്ലാവരെ പോലെയും തുടക്ക കാലഘട്ടത്തിൽ വളരെ സിമ്പിൾ മിസ്റ്റേക്സ് ഞാനും വരുത്തിയിട്ടുണ്ട്. കുറേ അങ്ങനെ തെറ്റുകളൊക്കെ കാട്ടിയിട്ട് കുറേ പൈസ ഞാനും കളഞ്ഞു കൂട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2017 ആദ്യമായിട്ട് ഞാനും പോയി സിറോദയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അങ്ങനെ 50,000 രൂപ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. എന്നാൽ 50,000 രൂപയേക്കാൾ ഉപരി വളരെ വലിയ സ്വപ്നങ്ങൾ കൂടി കണ്ടിട്ടാണ് തുടങ്ങിയത്. എന്നാൽ പല തുടക്കക്കാരെ പോലെയും ഇതെല്ലാം അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ കോടീശ്വരനാകണം, കുറേ അധികം പൈസ ഉണ്ടാക്കണം, പൈസ ഡബിൾ ചെയ്യണം, മാസം മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെയുള്ള ചിന്തകൾ തുടക്കത്തിൽ ഉണ്ടാവുകയും എന്നാൽ അതേസമയം ആകെ കയ്യിലുള്ളത് 50,000 രൂപയുമാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി, അങ്ങനെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആയതുകൊണ്ട് തന്നെ അഗൈൻ ട്രേഡിങ്ങിനെ പറ്റി കാര്യമായി ഇൻ ഡെപ്ത് കോംപ്ലക്സ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊന്നും അറിയാതെ വളരെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ട് തുടക്കത്തിലെ പൈസയൊക്കെ പലപ്പോഴായിട്ട് അക്കൗണ്ടിലെ പൈസ തീർന്നു, പിന്നെയും കുറച്ച് പൈസ ആഡ് ചെയ്യും, പിന്നെയും പൈസ തീർന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അങ്ങനെ 2017-19 വരെ കുറേ ടിപ്സ് വാങ്ങിച്ചിട്ടും ട്രേഡിംഗ് കോൾസ് വാങ്ങിച്ചിട്ടും ഒക്കെ അങ്ങനെ പോയി കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നാലും ഇതൊരു സ്വപ്നമാണല്ലോ, സ്വപ്നത്തിൻ്റെ പിന്നിൽ നമ്മളിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ 2018 to 20 എന്നുള്ളൊരു കാലഘട്ടം അതാണ് ശരിക്കും ജീവിതത്തെ മാറ്റിയത്. അതായത് ഞാൻ മനസ്സിലാക്കി ഇത് സ്വയം പഠിച്ചുകൊണ്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ മറ്റൊരാളുടെ ട്രേഡിംഗ് ടിപ്സ് രാവിലെ ഇങ്ങനെ മെസ്സേജ് വരും, ഈ സ്റ്റോക്ക് ഇത്ര രൂപക്ക് വാങ്ങിച്ചോ, ഈ സമയത്ത് ഇത്ര രൂപക്ക് വിറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഇൻട്രാഡേ ട്രേഡിംഗ് ടിപ്സ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല. സ്വയം ചെയ്ത് അടിപൊളിയാകണമെങ്കിൽ സ്വയം തന്നെ പഠിക്കണമെന്ന് മനസ്സിലാക്കി സിറോദ വാർസിറ്റി കുറേ അധികം വായിച്ചു. യൂട്യൂബിൽ പക്ഷെ അതൊന്നും കാര്യമായ കോണ്ടന്റ് ഇല്ല. മലയാളം യൂട്യൂബ് അല്ല, ഹിന്ദി, ഇന്ത്യ യൂട്യൂബ് നോക്കിയാൽ പോലും 2017-18 കാര്യമായി ആരും തന്നെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ നിന്നും സിറോദ വാർസിറ്റി പോലും അന്ന് നന്നായി തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ച് ഒരു 2018-20 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഏറെക്കുറെ എല്ലാ ട്രേഡിംഗ് സ്റ്റൈൽസും ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്ത് പഠിച്ചു. അതായത് ഇപ്പോൾ ട്രേഡിംഗ് സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് നമുക്ക് മാറ്റി വെക്കാം. ട്രേഡിംഗ് തന്നെയാണെങ്കിൽ നമുക്ക് ഇക്വിറ്റിയിൽ, ക്യാഷ് മാർക്കറ്റിൽ ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ പൊസിഷനിൽ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം. ഇനി ഫ്യൂച്ചേഴ്സിലേക്ക് വന്നാൽ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാം അല്ലെങ്കിൽ സെല്ല് ചെയ്യാം, അത് തന്നെ ഇൻട്രാഡേ ആകാം അല്ലെങ്കിൽ പൊസിഷനിലാകാം. ഇനി ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഓപ്ഷൻ ബൈയിങ് ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാം. ഓപ്ഷൻ ബൈയിങ് തന്നെയാണെങ്കിലും ഇൻട്രാഡേ ഉണ്ട്, പൊസിഷനിലുണ്ട്. ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിലും ഇൻട്രാഡേ ഉണ്ട്, പൊസിഷനിലുണ്ട്. അപ്പോൾ ശരിക്കും ഇത്ര അധികം ട്രേഡിംഗ് സ്റ്റൈൽസ് ഉള്ളത് കൊണ്ട് ഏറെക്കുറെ എല്ലാത്തിലും കൈ കടത്തി എല്ലാം പ്രാക്ടിക്കലി ചെയ്ത് നോക്കി ഓരോന്നിൻ്റെയും എനിക്ക് എന്ത് സൂട്ടാകുമെന്ന് മനസ്സിലാക്കാനുള്ള ശരിക്കും ഒരു സമയമായിരുന്നു 2018 to 20 എന്ന് പറയുന്നത്. ഇൻട്രാഡേ ഇക്വിറ്റി കുഴപ്പമില്ലാതെ എനിക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു പരിധി വരെ ഞാനത് ഫിഗർ ഔട്ട് ചെയ്യുന്നു. എനിക്ക് കാര്യമായി സ്കെയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ലാതെ ലാഭം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതിലേക്ക് എത്താൻ പറ്റി. എന്നാൽ ഇതെല്ലാം ട്രൈ ചെയ്തപ്പോൾ കാര്യമായി എനിക്ക് മനസ്സിലായത് ഓപ്ഷൻ സെല്ലിംഗ് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് മോശമല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവിടെയാണ് 2020 ആയപ്പോൾ 2020 കോവിഡ് ക്രാഷൊക്കെ കഴിഞ്ഞിട്ട് ഒരു വളരെ നല്ലൊരു അനൗൺസ്മെന്റ് സെബിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്, മാർജിൻ
ബെനിഫിറ്റ് എന്നൊരു സംഭവം. അതായത് നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് അതിനപ്പുറത്ത് ഒരു ഓപ്ഷൻ ബൈ കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ലോസ് ലിമിറ്റഡ് ആയി, അതിനോടൊപ്പം നമുക്ക് മാർജിൻ ബെനിഫിറ്റ് കിട്ടും എന്നൊരു വിഷയം കൂടി വന്നു. ശരിയാണ്, 2020 തന്നെ സെബി ലെവറേജ് എടുത്ത് കളഞ്ഞു. എന്നാലും മാർജിൻ ബെനിഫിറ്റും എല്ലാം വന്നതുകൊണ്ട് ഓപ്ഷൻ സെല്ലിംഗ് കുറച്ചുകൂടി എനിക്ക് എൻ്റെ ഇങ്ങനെ ഞരമ്പുകളിലേക്ക് അല്ലെങ്കിൽ രക്തത്തിലേക്ക് കയറുകയായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അത് നല്ല സ്കെയിൽ ചെയ്യാനും പറ്റും എന്നൊക്കെ കണ്ടതുകൊണ്ട് ഇൻട്രാഡേ ഇക്വിറ്റി ട്രേഡിംഗ് ഞാൻ പയ്യെ ചെറുതാക്കിയിട്ട് കാര്യമായി ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് 2020 മുതൽ 2022 വരെ ശരിക്കും ആ മനസ്സിലാക്കിയെടുത്ത ഓപ്ഷൻ സെല്ലിംഗ്, മോസ്റ്റ്ലി ഞാൻ പൊസിഷണൽ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ സംഭവം കുറെ കൂടി എന്താ പറയുക, ഫുൾ ഫോക്കസ് അതിലേക്ക് കിട്ടും. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു വിഷയമുണ്ട്, നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതേ എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ വിജയ സാധ്യതകൾ കൂടും. അതേസമയം നമ്മൾ അങ്ങനെയല്ല, ഒരു സാധനമല്ല, നമ്മൾ പല 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 സാധനങ്ങൾ ഒരേ സമയം ട്രൈ ചെയ്യുകയാണെങ്കിൽ ഏതിലെങ്കിലും വിജയിക്കാനുള്ള സാധ്യത കുറയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഫുൾ ഫോക്കസോട് കൂടി ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് ഇറങ്ങി. വേറെ അവിടുന്ന് ഇവിടുന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്, ഓപ്ഷൻ ബൈയിങ് അങ്ങനെയാണ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഇങ്ങനെയാണെന്നൊക്കെ കേട്ടാൽ പോലും അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എൻ്റെ ലെയിനിൽ, ഞാൻ എൻ്റെ വഴിയിൽ വളരെ ഫോക്കസ് ആയിട്ട് ഓപ്ഷൻ സെല്ലിങ്ങിൽ ഫുൾ ഫോക്കസ് കൊടുത്ത് വർക്ക് ചെയ്ത് 2020 മുതൽ 2022 വരെയൊക്കെ ഓപ്ഷൻ സെല്ലിങ്ങിൽ കിടിലമാകാനും അടിപൊളിയാകാനും സാധിച്ചു. അങ്ങനെയൊക്കെ സാധിച്ചത് കൊണ്ട് തന്നെ ആകണം ശരിക്കും ആ ഒരു പോയിന്റിലാണ് നമുക്കൊരു നാഷണൽ, ഒരു ദേശീയ തലത്തിൽ റെക്കഗ്നിഷൻ കിട്ടുന്നത്. ഏറ്റവും ആദ്യം ട്രേഡേഴ്സ് കാർണിവൽ ഗോവയിലേക്ക് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ ചെന്ന് വളരെ നന്നായിട്ട് സ്റ്റേജിൽ ലൈവ് ട്രേഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു. നമ്മൾ പഠിച്ചതും ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജിയും അത്ര മനോഹരമായ ഒരു ക്രൗഡിന് മുൻപിൽ സംസാരിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം മുന്നിലേക്ക് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളിൽ കൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നു 10 മുകളിൽ ട്രേഡിംഗ് കോൺഫറൻസസിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടു ആസ് എ സ്പീക്കർ, ആസ് എ ലൈവ് ട്രേഡർ. അങ്ങനെ അപ്പോൾ ഈ ഒരു ഇവന്റുകളിൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ പോകുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ പോയി അവിടെ കുറേ പേരെടുത്ത് സംസാരിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ശരിക്കും അവിടെ ഞാൻ സ്റ്റേജിലും അല്ലെങ്കിൽ മറ്റ് സ്പീക്കേഴ്സുമൊക്കെ ആയിട്ട് വരുന്ന ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ട്രേഡേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പേരെടുത്ത് പറയുന്നില്ല, ഇന്ന് ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് അല്ലാത്ത കുറേ നല്ല ട്രേഡേഴ്സ് ഇന്ത്യയിലുണ്ട്. അവരൊക്കെ ഇതുപോലുള്ള ഇവന്റ്സിന് വരലുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് ട്രേഡേഴ്സ് എന്ന് പറയപ്പെടുന്ന, അതായത് ആയിരക്കണക്കിന് കോടി രൂപക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന പലരും ഇന്ന് സുഹൃത്തുക്കളാണ്. അവരെ നേരിട്ട് വിളിച്ച് എപ്പോൾ വേണമെങ്കിലും എന്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചകൾ നടത്താനുമുള്ള ഒരു സ്കോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ 2020-2022 കാലഘട്ടത്തിലെ ട്രേഡിങ്ങും ഫോക്കസും ഇത്രയും ആൾക്കാരെ കാണുന്നതുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊല്ലത്ത് നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു അറിവുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ഇത്രയും അധികം ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ഇരിക്കുകയാണ്, സംസാരിക്കുകയാണ്, കഴിക്കുകയാണ്, ആശയങ്ങൾ പങ്കുവെക്കുകയാണ്. അങ്ങനെയാണ് മനസ്സിലായത് ഈ ലോകം ചെറുതല്ല എന്നുള്ളത്. അതായത് ഈ ട്രേഡിങ്ങിൻ്റെ ലോകം വളരെ വലുതാണ്. ഞാൻ ഈ 1 കോടി 2 കോടി 3 കോടി ക്യാപിറ്റലിന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് 1000 കോടി രൂപക്ക് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നു. ഡിസ്ക്രിഷണറി ഇതൊരു ഭയങ്കര പോയിന്റാണ്. ഡിസ്ക്രിഷണറി ട്രേഡിങ്ങിൽ നിന്ന് മാറിയിട്ട് റൂൾ ബേസ്ഡ്, സിസ്റ്റമാറ്റിക്, ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് അല്ലെങ്കിൽ ആൽഗോ ട്രേഡിംഗ് എന്ന് നമുക്ക് വിളിക്കാം, അതിലേക്കൊക്കെ പോകുന്നു എന്ന് കാണുന്നത്. അങ്ങനെയാണ് 2022 ആയപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയത് ശരിയാണ്, ഞാനും കാലത്തിനനുസരിച്ച് എന്നുള്ളതിനേക്കാൾ ഉപരി എക്സലൻസിനെ, ഗ്രേറ്റ്നെസ്സിനെ ചേസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെറുതെ ഞാൻ തന്നെ ചാർട്ട് നോക്കിയിരുന്ന് ഇഷ്ടമുള്ള ട്രേഡുകൾ എടുത്താൽ പോലെ, എന്നാൽ ഈ റൂൾ ബേസ്ഡ്, സിസ്റ്റമാറ്റിക്, ആൽഗോ ട്രേഡിംഗ് അതിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു ചെക്ക് പോയിന്റ് ജീവിതത്തിൽ വരുന്നത് 2022 അവിടെയാണ് ഏറ്റവും ആദ്യമായ റൂൾ ബേസ്ഡ് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ തുടങ്ങുന്നത്. അങ്ങനെ പയ്യെ 2022 ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിൽ തന്നെ, പൊസിഷണൽ ഓപ്ഷൻ സെല്ലിങ്ങിൽ തന്നെ, എന്നാൽ ഞാൻ സ്വയം ചെയ്ത നമ്മുടെ അതിശക്തം സ്ട്രാറ്റജി എന്ന് നമ്മൾ വിളിക്കുന്ന അതിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അതിൽ നിന്ന് ആസ്പദമാക്കി എന്ന് പറയാം, എന്നാൽ അതിൽ നിന്ന് മാറിയിട്ടുള്ള ആൽഗോ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് സ്ട്രാറ്റജീസിലേക്ക് പോയി. അപ്പോൾ അത് ഭയങ്കര വലിയൊരു ഷിഫ്റ്റ് ആയിരുന്നു. അതുവരെ നമുക്ക് ട്രേഡിംഗ് അറിഞ്ഞാൽ മതി, നമ്മൾ ചാർട്ട് നോക്കി ട്രേഡ് ചെയ്താൽ മതി. എന്നാൽ ഇതുപോലെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വലിയ ടീമിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് കുറേ എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യണം, അത് ബാക്ക് ടെസ്റ്റ് ചെയ്യണം, അത് ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ജേണി 2022 തുടങ്ങി. അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2024 ആയി നിൽക്കുകയാണ്. ഒന്ന്, എനിക്ക് ആസ് എ സിസ്റ്റമാറ്റിക്
ഓട്ടോമേറ്റഡ് ആൽഗോ ട്രേഡറായിട്ട് എനിക്ക് സ്വയം വിജയിക്കാൻ പറ്റി. ഇന്ന് ഞാൻ ചാർട്ടിൻ്റെ മുന്നിൽ ഇരുന്ന് ഫുൾ ടൈം സ്ക്രീനിൻ്റെ മുന്നിലിരുന്ന് ട്രേഡ് ചെയ്യല്ല. എൻ്റെ ട്രേഡിംഗ് എല്ലാം ഇന്ന് ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അതിൽ എനിക്ക് വിജയിക്കാൻ പറ്റി എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ന് 2000-ഓളം ആൾക്കാരുടെ അക്കൗണ്ടിൽ നമ്മൾ ഇതേ സ്ട്രാറ്റജികൾ റണ്ണ് ചെയ്യുന്നുണ്ട്. 200 കോടി രൂപയുടെ ക്യാപിറ്റലിൻ്റെ പുറത്താണ് നമ്മളിത് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് കഥ. ഈ 200 കോടി രൂപയുടെ ക്യാപിറ്റൽ റണ്ണ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ അതിപ്പോൾ ഒറ്റയടിക്ക് 200 കോടി ആയതല്ലല്ലോ, ഇങ്ങനെ പയ്യാണ് അത് കൂടി 200 കോടി ആയത്. എന്നാൽ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന 2000-ഓളം ആൾക്കാർക്ക് 31 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കറിയാം ആ 2000-ലുള്ള കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് താഴെ കമൻറ്റ് തന്നെ ചെയ്ത് അറിയിക്കുക. അത് വായിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകും, ബാക്കിയുള്ളവർക്കും വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൊല്ലത്ത് നിന്ന് ശരിക്കും ട്രേഡിംഗ് എന്താണെന്ന് അറിയാതെ ഒരു സ്വപ്നം കൊണ്ട് മാത്രം തുടങ്ങിയൊരു വിഷയമാണ്. അപ്പോൾ ഇവിടേക്കൊക്കെ എത്താൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു ജേണി ഇതാണ്. അപ്പോൾ ഇതിലൊരു മെയിൻ പോയിന്റ് ഞാൻ എടുത്തു പറഞ്ഞാൽ, ഒരു ട്രേഡിംഗ് സ്റ്റൈല് എൻ്റെ സ്വഭാവത്തിനും എനിക്ക് മനസ്സിലാകാൻ പറ്റുന്ന മേ ബി എൻ്റെ സ്വഭാവത്തിനുമൊക്കെ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈല് കണ്ടെത്തി ആ കണ്ടെത്തിയ ട്രേഡിംഗ് സ്റ്റൈലിൽ ഫുള്ളി ഫോക്കസ് ചെയ്തിട്ട് അതിൽ നഷ്ടം വന്നാലും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും വേറെ ഒന്നിൻ്റെയും പിന്നിൽ ഓടാതെ പായാതെ അതിൽ തന്നെ ഫുള്ളി ഫോക്കസ് ചെയ്ത് പെർസിവിയർ ചെയ്തു. അതിനേക്കാൾ ഉപരി ചേസിങ് എക്സലൻസ് എന്നൊരു വിഷയമുണ്ട്. നമുക്കിതിൽ നന്നാകണം, ഇതിന് ഇനിയും ബെറ്റർ ആക്കണം. അതായത് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ ആരും ബെസ്റ്റ് ട്രേഡർ എന്ന് വിളിക്കാൻ ആരും പറ്റില്ല. കാരണം ആരും ബെസ്റ്റ് അല്ല. നമുക്ക് എല്ലാവർക്കും നന്നാകാനുണ്ട്, ബെറ്റർ ആകാനുണ്ട്. അപ്പോൾ ആ ഒരു ഇനിയും പഠിക്കണം, ഇനിയും നന്നാകണം എന്നുള്ള തോട്ടിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ടോപ്പ് ട്രേഡറെ കണ്ടാലും വലിയൊരാളെ കണ്ടാലും ഞാൻ ചോദിക്കും, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇനി എന്ത് പഠിക്കാം, ഇനി എങ്ങനെ നന്നാകാം, നമുക്കറിയാത്ത മേഖലകൾ എന്താണ്, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ഇവിടേക്ക് എത്താൻ പറ്റിയത്. എനിക്കറിയാം കഥ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്, ബട്ട് ഇതാണ് സംഭവം. അപ്പോൾ ഇനി മുന്നിലേക്കുള്ള കഥകൾ പറയാനാണെങ്കിൽ സ്വപ്നങ്ങൾ ഇതിലും വലുതാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനിയും വളരെ വലിയ സ്വപ്നങ്ങളിലേക്ക് ഉള്ളൊരു യാത്രയിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റിയൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ടോപ്പിക്കിൻ്റെ വിഷയത്തിൻ്റെ ഏറ്റവും കോറിലേക്ക് നമുക്ക് വരാം അല്ലേ. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് എൻ്റെ PNL കാണാം അല്ലേ, കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ. അപ്പോൾ ഞാൻ ലാപ്ടോപ്പ് എടുക്കാം. എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ബ്രോക്കറിൻ്റെ ബാക്ക് എൻഡിൽ പോയിട്ട് ലൈവായിട്ട് സ്ക്രീനിൽ തന്നെ കാണാം എന്തായിരുന്നു കാര്യമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ ബ്രോക്കറിൻ്റെ ബാക്ക് എൻഡിൽ വന്നിട്ടുണ്ട്. ഫയേഴ്സിൻ്റെ ബാക്ക് എൻഡ് ഡാഷ്ബോർഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലോബൽ PNL സ്റ്റേറ്റ്മെൻറ്റിൽ വരണം. അതെ, ഇയർ 24 മാറ്റിയിട്ട് 23 ആക്കണം. അതിനുശേഷം എക്സ്ചേഞ്ച് ഇവിടെ ഓള് മാറ്റിയിട്ട് നമുക്ക് NSE ആക്കാം. NSEയിൽ മാത്രമേ ഞാൻ ഇതിൽ ട്രേഡ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ BSEയിൽ നമുക്കറിയാം ഈ വർഷത്തിനിടയിൽ സെൻസെക്സും ബാങ്ക് എക്സിൻ്റെ ഒക്കെ എക്സ്പയറി വന്നു, അല്ലെങ്കിൽ ഓപ്ഷൻസ് വന്നു, കുറച്ചൊക്കെ പോപ്പുലറായി. എന്നാൽ അതിലൊന്നും നമ്മൾ കാര്യമായിട്ട് ട്രേഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഇവിടെ ഡെറിവേറ്റീവ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കാം. ലോഡാവുകയാണ്. അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷത്തെ PNL എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൈവായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു മൊമെന്റ് ഡെഫിനറ്റ്ലി സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ അത് ലോഡായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഗ്രോസ് PNL ഉള്ളത് 1,24 ലക്ഷം രൂപയാണ്. നെറ്റ് PNL 1,18 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതാണ് ഫയേഴ്സിൽ കഴിഞ്ഞ വർഷം വന്ന ലാഭം എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ ഇത് ഓപ്ഷൻസിന്റെ ലാഭമാണ്. അപ്പോൾ അവിടെയാണ് വളരെ രസകരമായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വീഡിയോയിൽ. അതായത് ഞാൻ വെറുതെ ക്യാഷ് വെച്ചിട്ടല്ല ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ആ ക്യാഷ് സ്റ്റോക്സിലും ബോൺസിലും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിലും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്ലെഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷം നമുക്കറിയാം മാർക്കറ്റ് നല്ല റാലി ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ അണ്ടർലൈങ് പ്ലെഡ്ജ്ഡ് അസറ്റ്സ് കാര്യമായി കയറി. അപ്പോൾ അതിൽ നിന്നും നല്ല ലാഭം തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ നമുക്കിവിടെ ഓൾ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് കണ്ട ഉടനെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് വെരിഫൈഡ് PNL പോകാം. വെരിഫൈഡ് PNL പോയിട്ട് അതും കാണാം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുകയും ചെയ്തേക്കാം. അപ്പോൾ ഇതാ ഓൾ ഇട്ടിട്ടുള്ളത് ലോഡായി വന്നിട്ടുണ്ട്. 1,65 ലക്ഷം രൂപയാണ്. അതായത് ബാക്കിയുള്ളതെല്ലാം എനിക്ക് എൻ്റെ അണ്ടർലൈനിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് മോസ്റ്റ്ലി കിട്ടിയ ലാഭമാണ്. അപ്പോൾ ഇതേ സംഭവം നമുക്കിനി വെരിഫൈഡ് PNL പോയിട്ടൊന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കസ്റ്റമിലേക്ക് പോകാം. കസ്റ്റമിലേക്ക് പോയിട്ട് ഏപ്രിൽ 1, 2023 മുതൽ മാർച്ച് 31, 2024 വരെ ഉള്ളത് എടുക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടോട്ടൽ PNL വെരിഫൈഡ് PNL 1,65 ലക്ഷം രൂപയാണ്. അതിൽ റിയലൈസ്ഡ് PNL 1,23 ലക്ഷം രൂപയാണ്. അൺറിയലൈസ്ഡ് PNL ഇതാണ് എൻ്റെ അണ്ടർലൈങ് ഗ്രോ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ലാഭം. അൺറിയലൈസ്ഡ് ആണ്. അത് 41,84,000 രൂപയുണ്ട്. അപ്പോൾ ഇവിടെ
രസകരമായ ചോദ്യം അല്ലെങ്കിൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എത്ര ROI പെർസെൻറ്റേജ് ആണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വർഷത്തിൻ്റെ മെജോറിറ്റി നോക്കുകയാണെങ്കിൽ 90% ഇതിലെ ട്രേഡ്സും ഇത് എൻ്റെ കമ്പനിയായ എൻ്റെ ആപ്ലിക്കേഷനായ മാർക്കറ്റ് ഫീഡിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണോ ലിസ്റ്റഡ് ആയിട്ടുള്ളത് അതേ സ്ട്രാറ്റജീസ് തന്നെയാണ് ഞാനും ട്രേഡ് ചെയ്തത് എന്നുള്ളതാണ്. അതിനിടയിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ കുറച്ച് ട്രേഡ്സ് ഞാൻ സ്വയം എടുത്തിട്ടുണ്ട്. അതിനിടയിൽ കുറച്ച് സ്ട്രാറ്റജീസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ട്രേഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ 90% ട്രേഡ്സും ഇതിലുള്ളത് മാർക്കറ്റ് ഫീഡിൻ്റെ സ്ട്രാറ്റജീസ് തന്നെയാണ്. ആപ്പിൽ പോയാൽ ഈ സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾക്കും അവൈലബിൾ ആണ്. ഇൻഫാക്ട് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജീസും ട്രേഡ്സും കാണാൻ മാത്രമല്ല അവൈലബിൾ, നിങ്ങൾക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത് ഓട്ടോമേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാം. അതായത് വിഷയം എന്ന് പറയുന്നത്, ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്ക്രീനിന് മുൻപിൽ ഇരുന്ന് ഓരോ ദിവസം ഈ ട്രേഡിൽ കയറി ആ ട്രേഡിൽ ഇറങ്ങി എന്നുള്ളതല്ല. ഈ ഫൈനാൻഷ്യൽ ഇയർ മോർ ഫോർ മീ വാസ് കമ്പനി ബിൽഡിംഗ്, സ്ട്രാറ്റജി ബിൽഡിംഗ്, അല്ലേ? ഇതുപോലെയുള്ള മുന്നിലേക്ക് നല്ല നല്ല സ്ട്രാറ്റജികൾ ഉണ്ടാക്കാൻ, ഇത് വെച്ചിട്ട് മാർക്കറ്റ് ഫീഡ് എന്നുള്ള എൻ്റെ കമ്പനീനെ കിടിലമാക്കാനൊക്കെയാണ് എൻ്റെ കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിയർലി ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഈ വർഷത്തിന് മുഴുവൻ എൻ്റെ ക്യാപിറ്റൽ സ്റ്റഡി ആയിരുന്നില്ല. ഇടയ്ക്ക് കുറച്ച് ക്യാപിറ്റൽ എടുത്തിട്ടുണ്ട്, ഇടയ്ക്ക് കുറച്ച് ക്യാപിറ്റൽ മറ്റ് കുറച്ച് സ്ട്രാറ്റജീസ് ട്രേഡ് ചെയ്യാൻ ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. പ്ലസ് ഈ അണ്ടർലൈങ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അണ്ടർലൈങ് മാർക്കറ്റ് കയറുന്നതിനനുസരിച്ച് അവിടെ ക്യാപിറ്റൽ കൂടി വന്നു, ഇടയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫിക്സ്ഡ് ആവറേജ് ക്യാപിറ്റൽ ഒരു എന്താ പറയുക, പിൻ പോയിന്റ് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3.5 to 4 crore റുപ്പീസിൻ്റെ ക്യാപിറ്റലിലാണ് കഴിഞ്ഞ വർഷം ട്രേഡ് ചെയ്തിരിക്കുന്നത്. നിയർലി ഒരു 30% ലാഭമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫയേഴ്സിൻ്റെ ബാക്ക് എൻഡ്. എന്നാൽ കഴിഞ്ഞ വർഷം ഞാൻ ട്രേഡ് ചെയ്തത് ഫയേഴ്സിൽ മാത്രമല്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് IIFL സെക്യൂരിറ്റീസിൻ്റെ ബ്രോക്കിംഗ് ഡാഷ്ബോർഡാണ്. അപ്പോൾ ഞാൻ ഇവിടെയും FNO സെലക്റ്റഡ് ആണ്, 2023 2024 സെലക്റ്റഡ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്താലാണ് കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുക. ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ യെസ്, ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ട്രേഡ്സും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരികയാണ് എങ്കിൽ നമുക്ക് PNL കാണാൻ പറ്റും. ഈ കാണുന്ന 56,80,078 രൂപ നമുക്ക് IIFL സെക്യൂരിറ്റീസിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ IIFL ശരിക്കും ഞാൻ ട്രേഡ് ചെയ്യുന്നത് സെപ്റ്റംബർ മുതലാണ്. അതുവരെ നമ്മുടെ എല്ലാ സ്ട്രാറ്റജീസും ഞാൻ ഫയേഴ്സിൽ മാത്രമാണ് റണ്ണ് ചെയ്തത്. എന്നാൽ IIFL സെപ്റ്റംബർ മുതൽ റണ്ണ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു നിയർലി ഒരു 20% പ്രോഫിറ്റാണ് IIFL സെക്യൂരിറ്റീസിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും നിയർലി ഒരു 30% ഒരു ആനുവൽ ROIയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. 2 കോടി രൂപയുടെ മേലെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആയില്ലേ ഇന്ത്യയിലെ ടോപ്പ് 1% ട്രേഡർ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു 30% ലാഭം ആൻഡ് അഗെയിൻ ഗിവൺ ഇതെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് വളരെ ശരിയാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നിയർലി 50% ROI ആണ് ഉണ്ടാക്കിയത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ROI കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ROI കുറഞ്ഞെങ്കിലും ഞാൻ ഇട്ട എഫേർട്ട് ഇൻ ടേംസ് ഓഫ് സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കലും ടെൻഷൻ അടിക്കലും സ്ട്രെസ് എടുക്കലും ഓരോ ക്യാൻഡിലും നോക്കി തീരുമാനങ്ങൾ എടുക്കലും എൻ്റെ ടൈം യൂട്ടിലൈസേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ എം മോർ ദൻ ഹാപ്പി വിത്ത് വാട്ട് ഹാസ് ഹാപ്പൻഡ്. അതിലും വലിയൊരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഇത്ര നാൾ ഞാൻ എൻ്റെ പേഴ്സണൽ ക്യാപിറ്റലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ സ്ട്രാറ്റജീസിൽ സബ്സ്ക്രൈബ് ആയിരിക്കുന്ന എല്ലാ യൂസേഴ്സിൻ്റെ അക്കൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 200 കോടി രൂപയോളം ഉള്ള എമൗണ്ടിലാണ് നമ്മുടെ സ്ട്രാറ്റജീസ് റൺ ചെയ്യുന്നത്. 31 കോടി രൂപയാണ് അപ്പോൾ ശരിക്കും പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ഒരു വൈബിൽ പറയുകയാണെങ്കിൽ PNL റിവീൽ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഒരു 31 കോടി രൂപയുടെ PNL ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശരിക്കും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മാറാൻ പറ്റിയതിൽ. അപ്പോൾ ശരിക്കും മുന്നിലേക്കുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനിയും നല്ല നല്ല ക്വാണ്ട് ബേസ്ഡ് റൂൾ ഡ്രിവൺ സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. അത് വെച്ചിട്ട് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തിട്ട് പാസീവായിട്ട് ഇങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ 200 കോടി എന്നും 31 കോടി രൂപ ലാഭം യൂസേഴ്സിന് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും അവരുടെ ROI ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ വളരെ ഫേമസ് സേയിങ് ഉണ്ട്. സെബി പറയും 90% ട്രേഡേഴ്സും ട്രേഡ് ചെയ്ത് പണം നഷ്ടപ്പെടുത്തുകയാണെന്ന്. എന്നാൽ നമ്മുടെ കൂടെ വന്ന് ട്രേഡ് ചെയ്ത യൂസേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ ഒരു വർഷം കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ മാത്രം എടുക്കുകയാണെങ്കിൽ 100% ട്രേഡേഴ്സും അല്ലെ നമ്മുടെ യൂസേഴ്സ് പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം എത്ര ROI പെർസെൻറ്റേജ് അവരുണ്ടാക്കി എന്നുള്ളതാണെങ്കിൽ ഒരു
10% മുതൽ 26% വരെ പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് വലിയൊരു ബാൻഡ് ആണല്ലോ 10 to 26% എന്നുള്ളത്. ശരിയാണ്. അപ്പോൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത ട്രേഡിംഗ് സ്ട്രാറ്റജികൾ അവർ ഇടയ്ക്ക് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ അവർ ഇടയ്ക്ക് ട്രേഡ് ചെയ്യാതിരുന്നോ, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 10 മുതൽ 26% വരെ ഇയർലി ഒരു വർഷം മുഴുവൻ ട്രേഡ് ചെയ്തവർ എടുത്ത് നോക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാക്കിയവരുണ്ട്. 100% പേരും ലാഭമാണ് ഉണ്ടാക്കിയത്. എല്ലാവരുടെയും ട്രേഡിംഗ് നടക്കുന്നത് IIFL സെക്യൂരിറ്റീസ് ആണ്. എന്നാൽ എൻ്റെതിൽ നമ്മളിപ്പോൾ ഫയേഴ്സിൻ്റെ PNL റിപ്പോർട്ട് കൂടി കണ്ടു. അപ്പോൾ ശരിക്കും ഞാൻ ഇപ്പോഴും ഫയേഴ്സിൽ എന്തുകൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വെരിഫൈഡ് PNL IIFL സെക്യൂരിറ്റീസ് തരുന്നില്ല. എനിക്ക് ശക്തമായി നിർബന്ധമുള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഒരാൾ ട്രേഡിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ വെരിഫൈഡ് PNL ഇടണം. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ ടെക്ക് ബിൽഡ് ചെയ്തിട്ട് ഫയേഴ്സിൽ എൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ട്രേഡ്സ് ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റാത്തത് അതിൻ്റെ ടെക്ക് നമ്മൾ ബിൽഡ് ചെയ്ത സാധനങ്ങൾ അത്ര സ്കെയിലബിൾ അല്ല. എന്നാൽ IIFL സെക്യൂരിറ്റീസിന് വേണ്ടി നമ്മൾ കിടിലമായി കാര്യങ്ങൾ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ സംസാരിച്ചത് കേട്ടിട്ട് നിങ്ങൾക്കും ഈ ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ട് എങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോകാം, കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്യാം, മനസ്സിലാക്കാം, അതിനുശേഷം ജോയിൻ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇതുവരെയുള്ള കഥയും ഈ വർഷത്തെ PNL റിവ്യൂലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ അല്ലേ. അപ്പോൾ മുന്നിലേക്ക് ഇനി എന്ത് എന്ന് ചോദിച്ചാൽ പ്ലാനുകൾ ഇതിലും വളരെ വലുതാണ്. പക്ഷെ അവിടെ ചെറിയൊരു വിഷയമുള്ളത് വലിയ വലിയ പ്ലാനുകളായിട്ട് ബിസിനസ്സിനെ വലിയ ഹയർ ഹൈസിലേക്ക് എത്തിക്കാനായിട്ട് സ്കെയിൽ ചെയ്യാനായിട്ട് ഞാൻ ഓടുന്നതിനിടയിൽ ചിലപ്പോഴൊക്കെ യൂട്യൂബിൽ എന്താ പറയുക ആ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ പറ്റാത്തതിൽ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ അതൊരു വളരെ റിയൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കഴിഞ്ഞൊരു നമ്മളഗെയിൻ കഥ പറയുകയും ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്തുകയും ചെയ്യുമ്പോൾ ട്രേഡിങ്ങിൽ അടിപൊളിയായപ്പോൾ, ബിസിനസ്സിൽ അടിപൊളിയായപ്പോൾ, യൂട്യൂബ് അടിപൊളിയായതിനു ശേഷം അവിടെ അതിനെ പിന്നെയും ഹയർ ഹൈസിലേക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്ത് കിടിലമാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ട്രേഡിങ്ങിനെ പറ്റിയും കമ്പനിയെ പറ്റിയും ഒക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ IP. ഇതിനെ സ്കെയിൽ ചെയ്യണം. ഇന്ന് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആർ ഇനഫ് ടു ട്രേഡ് ഇൻ, നമ്മൾ പറഞ്ഞ പോലെ 200 കോടി രൂപയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആയിരക്കണക്കിന് കോടി രൂപയാക്കുക. ഇന്ത്യൻ മാർക്കറ്റ്സ് മാത്രമല്ലാതെ മറ്റ് മാർക്കറ്റ്സിലേക്ക് പറ്റുമെങ്കിൽ പോകാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ കുറേ അധികമാണ്. ഇൻഫാക്ട് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിട്ട് എങ്ങനെ ചെയ്യാം, നമുക്ക് സമയം കുറവാണല്ലോ, റിസോഴ്സസ് കുറവാണല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ചെയ്യാനും എന്താ പറയുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്ത പോലെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിയുമായിട്ട് തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. യൂട്യൂബ് എന്നുള്ള വിഷയം തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിശക്തമായിട്ട് തന്നെ നമുക്ക് മുന്നിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഈ വീഡിയോ അഗെയിൻ കുറച്ചെങ്കിലും ബെനിഫിഷ്യൽ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ട്രേഡിങ്ങിൽ തോറ്റുകൊണ്ടിരിക്കുന്നവരിലേക്ക്, ട്രേഡിംഗ് സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ കൂട്ടുകാരാകാം, വീട്ടുകാരാകാം, നിങ്ങളാകാം, അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. കാരണം ഒരു ഏറ്റവും വലിയ പാഠം എന്ന് പറയാം, എനിക്കറിയാം ഇത് അവസാനമാണ് പറയുന്നത്, എന്നാലും ഇത്രയും വർഷം എടുത്തു എന്നുള്ള റിയാലിറ്റി ആൾക്കാരിലേക്ക് എത്തണം. ഓവർനൈറ്റ് സക്സസ് ഇൻ ട്രേഡിങ്ങും പോസിബിൾ അല്ല. ഈ ട്രേഡിംഗ് അക്കാഡമിക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടത്തുന്നവരും വന്നിട്ട് പറയും നിങ്ങൾ വാ ട്രേഡിംഗ് പഠിക്കാം, ഒരു മാസത്തെ കോഴ്സ് പഠിച്ചാൽ നിങ്ങളും അടിപൊളി ട്രേഡർ ആകും, ഈസി ആണെന്നൊക്കെ പറയും. ഇതെല്ലാം ഒരു പരിധിവരെ മിസ്സെല്ലിംഗ് ആണ്. ട്രേഡിംഗ് അത്ര ഈസി അല്ല. ട്രേഡിംഗ് ഒരു സ്കില്ലാണ്. അത് വർഷങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങുക. ആദ്യകാലങ്ങളിൽ പറ്റാത്തവരായിട്ട് ആരുമില്ല. തെറ്റുകൾ പറ്റും. എന്നാൽ ആ തെറ്റുകൾ പറ്റുമ്പോഴും പണം നഷ്ടപ്പെട്ടു പോകുമ്പോഴും നിങ്ങൾ ഡിസ്കറേജ്ഡ് ആയിട്ട് നിർത്തി പോകാതിരിക്കുക. അതിശക്തമായിട്ട് അതിലിങ്ങനെ പെർസിവർ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇനി അതല്ല എങ്കിൽ നമ്മളെ പോലെയുള്ള സൊല്യൂഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാതെ പാടുപെടാതെ കിട്ടാനാണെങ്കിൽ അതും തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ എന്തായാലും അത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിശക്തമായിട്ട് നമുക്ക് മുന്നിലേക്ക് പോകാം. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.